പ്രധാനമായും പറയുന്നത് ഈ പ്രതി ഒരു നിയമസഭാ സാമാജികനാണ്. ഇയാൾക്ക് രാഷ്ട്രീയ ഉന്നത സ്വാധീനങ്ങൾ ഉള്ള വ്യക്തിയാണ്. ഈ പ്രതിയെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അയാൾ ആ കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കാനും ഈ അതിജീവിതയെ സ്വാധീനിക്കാനുമുള്ള ഒരു ശ്രമമുണ്ട്. മാത്രമല്ല നേരത്തെ രണ്ട് കേസുകളിൽ സമാനമായ രീതിയിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇയാൾ. ആ കേസുകളിലൊക്കെ തന്നെ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ സ്വാധീനിക്കുക, അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ളൊരു പ്രവൃത്തി ഈ കേസിലെ അതിജീവിതയ്ക്കും അനുഭവിക്കേണ്ടി വരും പ്രതിയെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും മുൻ അതിജീവിതമാർ 1-2 കേസുകളിലെ ആ പെൺകുട്ടികൾ അവർ അനുഭവിച്ചത് സൈബർ ബുള്ളിംഗ് വളരെ വലുതാണ്. സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിൽ അറ്റാക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒന്നാം കേസിലെ വാദിയായിട്ടുള്ള അതിജീവിതയുടെ പേരും അഡ്രസ്സും അവരുടെ ഈ ബന്ധങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളടക്കം നിരത്തിക്കൊണ്ടാണ് ഒരു കാരണവശാലും സൈബർ ബുള്ളിങ്ങിന് വിധേയയാകാൻ മൂന്നാമത്തെ അതിജീവിതയെ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. പല കേസുകളിലും ജാമ്യം അനുവദിച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അതിജീവിതമാരുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി SIT സംഘം ഇന്ന് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അറസ്റ്റ് സമയം പ്രതികളിൽ നിന്നും ചില മൊബൈൽ ഫോണുകളടക്കമുള്ള ഡിജിറ്റൽ രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവയുടെ ലോക്കോ അല്ലെങ്കിൽ പാറ്റേണോ ഒന്നും തന്നെ അതിന്റെ ലോക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അഭിഭാഷകൻ വന്നതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയാണോ രാഹുൽ പറഞ്ഞത്? ആ മൊബൈൽ ഫോൺ തുറന്നു നോക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നല്ലേ? ഒരു കാരണവശാലും രാഹുൽ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്ത സമയത്ത് പലപ്പോഴും തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് രാഹുലിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാഹുൽ നിസ്സംഗനായിരിക്കുക അല്ലെങ്കിൽ തലകുനിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു ചോദ്യം ചോദിച്ചതിന് യെസ് ഓർ നോ എന്ന് മറുപടി പറയാൻ പറഞ്ഞാൽ പോലും അയാൾ അതിന് മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു DIG G പൂങ്കുഴലി അടക്കമുള്ള ആൾക്കാരാണ് ചോദ്യം ചെയ്തതെന്ന് ഇപ്പോൾ മനസ്സിലാക്കണം രതീഷ്. ആ സമയത്ത് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചാൽ മതി എന്നുള്ള മറുപടിയാണ് പല സമയങ്ങളിലും വളരെ രാഘവത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വിവരങ്ങൾ, ഇയാളുടെ ഡിജിറ്റൽ രേഖകൾ, മറ്റേ ഡിജിറ്റൽ ഫോൺ അടക്കമുള്ള ലാപ്ടോപ്പ്, ടാബ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നൽകും. ആ സമയത്ത് ഇയാളെ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിടണം. അതുവരെ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്നുള്ള ഒരു നീക്കം കൂടിയുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് അവസാന ഭാഗത്ത് പറയുന്ന ഇയാൾ ഒരു തവണയല്ല വീട്ടമ്മമാരെ, വിവാഹിതരായിട്ടുള്ള ആൾക്കാരെ, അവിവാഹിതരായിട്ടുള്ള ആൾക്കാരെ പല സമയങ്ങളിലും ഇയാളുടെ സ്വാധീനവും വ്യക്തിബന്ധവും അല്ലെങ്കിൽ MLA എന്നൊക്കെയുള്ള ബന്ധം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. വരും നാളുകളിൽ ഭാവിയിൽ ഇത്തരത്തിൽ കൂടുതൽ അതിജീവിതമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി SIT ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വെച്ചു. ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി കോടതി പരിശോധിച്ചു. കോടതി ഇന്ന് ജഡ്ജിയുടെ വീട്ടിലാണ് ഈ റിമാൻഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നത്, ആ നടപടിക്രമങ്ങൾ നടന്നത്. ഒരു കാരണവശാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായില്ല. ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു. ഒപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഓപ്പൺ കോടതിയിലാണ് പരിഗണിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഓപ്പൺ കോടതിയിൽ, തിരുവല്ല കോടതിയിൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മജിസ്ട്രേറ്റ് എത്തുന്നു. അതോടുകൂടിയാണ് 14 ദിവസത്തേക്ക് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ ഇയാളെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ DNA പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് ഈ കേസിലെ മൂന്നാമത്തെ അതിജീവിത പറഞ്ഞിരുന്നു. എന്നാൽ അത് അയാൾ തയ്യാറായില്ല. അതായത് എന്തെങ്കിലും ഭാഗത്ത് വീഴ്ച ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ DNA പരിശോധനയ്ക്ക് തയ്യാറാവാത്തത്. പക്ഷേ പോലീസ് ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു. അയാളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി രാഹുലിന്റെ DNA പരിശോധന കൂടി ഫലം കൂടി നടത്തുന്നു. അതിൽ എന്തെങ്കിലും തരത്തിൽ രാഹുലിനെതിരായി വലിയ നിയമ നടപടിക്രമങ്ങളിലേക്കും നീങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ. DNA പരിശോധന ഞാൻ മനസ്സിലാക്കുന്ന സാധാരണ പല കേസുകളിലും സമ്മതമില്ലാതെ നടത്തൽ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ വിഷയം ഉൾപ്പെടെ അടുത്ത ദിവസങ്ങൾ DNA പരിശോധന ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ കോടതിയിലേക്ക് വരും. തീർച്ചയായിട്ടും DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വരും. എന്തുതന്നെയായാലും സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ വൈദ്യപരിശോധന സമയത്താണ് സാമ്പിൾ ശേഖരിക്കുക എന്നുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുക. DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പൊട്ടൻഷ്യൽ പരിശോധന കൂടി, ലൈംഗികശേഷി പരിശോധന കൂടി ഇന്ന് അവർ നടത്തിയിട്ടുണ്ട്. അതായത് ഈ കേസ് ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ
പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ കോടതി എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട പരിശോധനകളെല്ലാം തന്നെ ഇന്ന് ഈ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ നടത്തിയത്. അതിനുശേഷമാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് പ്രതിക്ക് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയതും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും. ഇതിൽ എടുത്തു പറയേണ്ടത് തുടക്കം മുതൽ ഇന്ന് രാവിലെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ആദ്യം 12:15 ഈ പാലക്കാട്ടെ ഹോട്ടലിലേക്ക് ഷൊർണൂർ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് ആദ്യം പ്രതിരോധിക്കാൻ ഇയാൾ ശ്രമിച്ചു. എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അയാൾ ആദ്യം ചോദിച്ചത് ഒന്നാമത്തെ കേസിൽ തനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ കേസിൽ പരിഗണനയിലിരിക്കുന്ന കേസാണ്, ആ 2 കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അതൊരു കോടതി ലക്ഷ്യമായി മാറുമെന്നുള്ള ഭീഷണിയാണ് ആദ്യം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ DYSP പറഞ്ഞത് MLA ഇത് ആ കേസൊന്നുമല്ല, ഇത് മറ്റൊരു കേസാണ്, ഇതിൻ്റെ കൃത്യമായ തെളിവുകളും രേഖകളുമുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങൾക്കൊപ്പം വരിക, നിങ്ങളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ജോലിയാണ്, അതുകൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. അതോടുകൂടി പ്രതിരോധത്തിൽ നിന്ന രാഹുൽ നേരെ ഒരു സമീപനത്തിലേക്ക് വരികയും അതിനുശേഷം വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ആദ്യം ഈ പോലീസുകാർക്ക് മുന്നിൽ നടക്കുന്നു. ഏതോ ഒരു വലിയ പുരസ്കാരമൊക്കെ നേടിയ ആളിൻ്റെ ഒരു പോലീസ് കവചത്തിൽ വരുന്നതിന് സമാനമായ രീതിയിലാണ് ആ കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്ന സമയത്ത്, പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് രാഹുലിന് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതായോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമുള്ളതായോ അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ കേസിൽ ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു പ്രതിയാണ് എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജും ആ മനുഷ്യൻ്റെ മുഖത്തോ അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അയാൾ വളരെ ചിരിച്ച് കൂളായിട്ട് തന്നെയാണ് ആ വ്യക്തി നേരെ ഈ പോലീസ് ജീപ്പിലേക്ക് കയറുകയും ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയും